ളുഹാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണ ചൊല്ലിയിരുന്ന ഒരു ദുആ മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ളുഹാ നമസ്കാരം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ നാം വിശദീകരിച്ചിട്ടുണ്ട്. പ്രഭാത നമസ്കാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ളുഹ എന്ന് പറഞ്ഞാൽ പ്രഭാതം. സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹയുടെ സമയം ആരംഭിക്കുന്നതാണ്. പിന്നീട് അതിനുശേഷം സൂര്യൻ ഉദിച്ച് ഒരു 1.5-2 മണിക്കൂർ സമയമാകുമ്പോൾ നന്നായി ചൂട് പിടിച്ചു വരുന്ന സമയം, അതാണ് ളുഹാ നമസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതിൻ്റെ സമയം അവസാനിക്കുന്നത് ഏകദേശം ളുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പായി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പായി എല്ലാം അതിൻ്റെ ഒരു സമയമായി പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ളുഹാ നമസ്കാരത്തിൻ്റെ സമയം. വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ്. സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ ഒരു നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹാ നമസ്കാരത്തിന് പേര് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ഏകദേശം 360ഓളം ജോയിൻറ്റുകൾ, അതിനെല്ലാം അള്ളാഹു സദഖ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സദഖകൾക്കെല്ലാം പകരമായി, അഥവാ 360ഓളം സദഖകൾക്ക് പകരമായി 2 റക്അത്ത് ളുഹാ നമസ്കാരം മതിയാകുന്നതാണ് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ധാരാളം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വസിയ്യത്ത് ലഭിച്ചതിന് ശേഷം അവർ ളുഹാ നമസ്കാരം ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ, അല്ല അതിനേക്കാൾ കൂടുതലും ളുഹാ നമസ്കാരം നിർവഹിക്കാം എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അധിക സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 റക്അത്തായിരുന്നു ളുഹാ നമസ്കാരം നിർവഹിച്ചിരുന്നത്. പ്രഭാതത്തിൽ ആ നിലക്ക് ളുഹാ നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകുന്നേരം വരെ അവരെ സംരക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വൈകുന്നേരങ്ങളിൽ അള്ളാഹു അവരെ സംരക്ഷിക്കും ആരെങ്കിലും ളുഹാ നമസ്കാരം നിലനിർത്തിയാൽ, തുടങ്ങിയിട്ടുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് ളുഹാ നമസ്കാരം. ഈ ളുഹാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹാ നമസ്കരിച്ചു. ശേഷം അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന് 100 തവണ ദുആ ചെയ്തു എന്നാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, വതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം, എൻ്റെ തൗബ നീ സ്വീകരിക്കുകയും ചെയ്യണമേ, ഇന്നക അൻതത് തവ്വാബുർ റഹീം, നിശ്ചയമായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അപ്പോൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ തേടുകയാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടിയും. എന്താണ് മഗ്ഫിറത്തും തൗബയും തമ്മിലുള്ള വ്യത്യാസം? നമ്മിൽ എന്തൊരു അബദ്ധം സംഭവിച്ചാലും, ഏത് ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ചാലും ഉടനെ തന്നെ അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, അഥവാ മഗ്ഫിറത്തിനെ തേടുക എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്. തൗബ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ്. വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധവുമാണ്. എന്താണ് തൗബയുടെ ഒരു പ്രത്യേകത? തൗബ ചെയ്യുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർ നമുക്കതിൻ്റെ ഷർത്ത് മനസ്സിലാക്കി തന്നു. ചെയ്ത തെറ്റിൽ അങ്ങേയറ്റം ഖേദമുണ്ടാകണം, ആ തെറ്റിനെ പരിപൂർണമായും ഉപേക്ഷിക്കണം, ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനം മനസ്സിലുണ്ടാവുകയും വേണം. അപ്രകാരം അല്ലാഹുവേ ഞാൻ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്തരം തെറ്റുകൾ ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ള തൗബയാണ്
യഥാർത്ഥത്തിൽ വതുബ അലയ്യ, എൻ്റെ തൗബയെ നീ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ മഗ്ഫിറത്തും അതേപോലെ തന്നെ തൗബയും രണ്ടും അള്ളാഹുവിൽ നിന്ന് നമ്മൾ തേടുകയാണ്. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവേ നീ എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ, മാപ്പാക്കണമേ. അതോടൊപ്പം വതുബ അലയ്യ, എൻ്റെ തൗബ നീ സ്വീകരിക്കണം. ഏതെങ്കിലും വലിയ പാപങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിരന്തരമായി ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തു തന്നെയാകട്ടെ, ചെറിയ പാപങ്ങളിൽ നിന്നും വലിയ പാപങ്ങളിൽ നിന്നുമെല്ലാമുള്ള എൻ്റെ പശ്ചാത്താപം, അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു, ഇനി ആവർത്തിക്കുകയില്ല എന്ന എൻ്റെ ആ ഒരു പ്രഖ്യാപനം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവനും അതേപോലെ തന്നെ കാരുണ്യവാനുമാകുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യത്തെ മുൻനിർത്തി, അല്ലെങ്കിൽ റഹീമെന്ന കാരുണ്യവാനെന്ന അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി, തവ്വാബ് എന്ന തൗബ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ പേരിനെ വസീലയാക്കിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നത്. ഇത് ളുഹാ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ചൊല്ലി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. അതേപോലെ തന്നെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ആ ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ അലയ്യ, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും. അർ റഹീം എന്ന് നേരത്തെ പറഞ്ഞതിന് പകരം ഇവിടെ അൽ ഗഫൂർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് ഈ ഹദീസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഇന്നക അൻത തവ്വാബുർ റഹീം എന്നും ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്നിങ്ങനെ ഈ രൂപത്തിലെല്ലാം ദുആ ചെയ്യാം. അവിടെ അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ് പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ചൊല്ലി എന്ന് ഒരു സഹാബിയും രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ധാരാളം പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ളുഹാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലെങ്കിൽ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് പറയാവുന്നതാകുന്നു 100 തവണ. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ളുഹാ നമസ്കാരത്തിന് ശേഷം എന്ന ഒരു പ്രത്യേകതയില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മജ്ലിസിൽ ഇരുന്നാലും പലപ്പോഴും 100 തവണ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ ഇരുന്നാൽ 100 തവണ റബ്ബി ഗ്ഫിർലി വതുബ അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരണമേ, എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് 100 തവണ ഒരൊറ്റ മജ്ലിസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഇതേ കിതാബിൽ തന്നെ സ്വഹീഹായ സനദോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയാണ്, തൂബു ഇലല്ലാഹ്, ജനങ്ങളെ, സ്വഹാബത്തെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങണം. കാരണം ഞാൻ തന്നെ ഒരു ദിവസം ഫഇന്നി അതൂബു ഇലൈഹി കുല്ല യൗമിൻ മിഅത മറ, എല്ലാ ദിവസവും 100 തവണ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും 100 തവണ ഈ ദുആ സുന്നത്താണ്. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത് 100 തവണ ഏത് സമയവും ദുആ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നേരത്തെ പഠിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ളുഹാ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ദുആ നാം ളുഹാ നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ തിരഞ്ഞെടുത്താൽ അത് കൂടുതൽ ഖൈറാണ് എന്ന് മാത്രം. എന്നാൽ ആ സമയം കഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ളുഹാ നമസ്കരിച്ചില്ല എന്നതുകൊണ്ടോ ഈ ദുആ ചെയ്യാതിരിക്കേണ്ടതില്ല. മറിച്ച് എല്ലാ ദിവസവും 100 തവണയോ, മറ്റൊരു ഹദീസിൽ ഞാൻ 100 തവണ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഈ ദുആ നമുക്ക് നിർവഹിക്കാം.
പ്രത്യേകിച്ചും ളുഹാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നാണ് ആ ദുആ. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് പറയുന്നതിലും വിരോധമില്ല. പശ്ചാത്തപിക്കുകയാണത്, പാപമോചനം തേടുകയാണത്, അതിലൂടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുക എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.